ഹലോ നമസ്കാരം. ബുദ്ധിസ്റ്റ് മെജോറിറ്റിയുള്ള ഭൂട്ടാനിൽ ഹിന്ദു മൈനോറിറ്റിക്ക് വേണ്ടിയിട്ട് അവിടുത്തെ രാജാവ് ഒരു ക്ഷേത്രം നിർമ്മിച്ചു കൊടുക്കുന്നു. അടിപൊളിയല്ലേ നമ്മുടെ രാജാവ്? അവിടുത്തെ ടൈമിംഗ് ആണ് കേട്ടോ ഇത്. ഭൂട്ടാൻ ഈ ക്ഷേത്രത്തിൻ്റെ ടൈമിംഗ് ആണ് ദുർഗാ മാതാ ടെമ്പിൾ അല്ലെങ്കിൽ പഞ്ചയാൻ മന്ദിർ. ഇതാണ് ആ രാജാവും കുടുംബവും. ഇവരുടെ ഫോട്ടോസ് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഫോട്ടോ ആണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അതിവിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതാണ് നമ്മുടെ ശ്രീകോവിൽ എന്ന് പറയുന്ന മെയിൻ പ്രതിഷ്ഠയൊക്കെ ഇരിക്കുന്ന സ്ഥലം. അതിനുള്ളിലേക്ക് ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. പക്ഷെ പുറത്തായിട്ട് ഇവിടെ ഒരു ശിവലിംഗമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ജലധാരയൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടുന്ന് നോക്കിയാൽ തിംഫു വാലിയുടെ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയും നമുക്ക് കിട്ടും. ഞാൻ ഓർത്തത് ഇവിടെ ഈ ഒരു വിൻ്റർ സീസണൊക്കെ ആകുമ്പോഴേക്കും എന്ത് രസമായിരിക്കും, നല്ല തണുത്ത് വിറക്കും അല്ലേ. ഇപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് ആ ഒരു വാളിലൊക്കെ ഇങ്ങനെ ഒരു കണ്ണാടിക്കൂട് പോലെ വെച്ചിട്ടുണ്ട്. അതിലൊക്കെ വിളക്കുകളാണ്. അപ്പോൾ നല്ല കാറ്റായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഈ വിളക്കൊന്നും കെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സൂത്രപ്പണി അവിടെ ചെയ്തിരിക്കുന്നത്. എനിക്ക് ആ പുറമേ കാണുന്ന കണ്ടില്ലേ, തിംഫു വാലിയാണ് കേട്ടോ. അപ്പം ശരിക്കും ഈ ക്ഷേത്രം ഉണ്ടാക്കി ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് 2019. 2006 മുതലാണ് ഈ പ്രസിഡൻറ്റ് അധികാരത്തിൽ വന്നത്. പ്രസിഡൻ്റ് അല്ല, രാജാവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ 2019 ഈ ക്ഷേത്രം ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ദുർഗാമാത തന്നെയാണ്. പിന്നെ ശിവഭഗവാൻ, പാർവതി, ഗണേശ ഒക്കെ ഉണ്ട്. എന്തായാലും മെയിൻ ഫെസ്റ്റിവലായിട്ടുള്ള നവരാത്രി ഉത്സവമൊക്കെ അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി നേരമൊന്നും അവിടെ നമ്മൾ നിന്നില്ല. ഞങ്ങൾ ജസ്റ്റ് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് വേറെ കാഴ്ചകളിലേക്ക് പോവുകയാണ്. വരുമ്പോഴുള്ള കാഴ്ചയാണിത് കേട്ടോ. ഇത് കണ്ടാൽ എന്താ തോന്നുന്നത്? ഇത് ആക്ച്വലി ഒരു ഹോസ്പിറ്റലാണ്, മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ ആണിത് കേട്ടോ. ശരിക്കും ഭൂട്ടാനീസിന് അവിടുത്തെ കൾച്ചർ ആൻഡ് ട്രഡീഷൻ വിട്ടിട്ടുള്ള ഒരു കളിയുമില്ല കേട്ടോ. ശരിക്കും അവരുടെ വസ്ത്രധാരണ രീതിയാണെങ്കിലും അവരുടെ ഭക്ഷണമാണെങ്കിലും അവരുടെ വീടുകളാണെങ്കിലും ഒക്കെ ആ ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെയാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഭൂട്ടാനിലെ വേറെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അവരുടെ കംപ്ലീറ്റ് ഒരു കൾച്ചറും ട്രഡീഷനും ഒക്കെ കാണിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.